ഡോക്ടർ പി സരിൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ സരിൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് യുദ്ധം പോലെയാണ്. സൗമ്യയുടെ പോസ്റ്റിന് രാഗരഞ്ജനിയുടെ മറുപടി, സൗമ്യയുടെ മറുപടി, അതിനുശേഷം ഇതാ ഏറ്റവും ഒടുവിൽ അവർ വീണ്ടും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ അവർ പറയുന്നത്, എൻ്റെ അനുഭവം ഞാൻ നേരത്തെ തന്നെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തിരുന്നു. അവരാണ് ആ പോസ്റ്റ് എനിക്ക് അയച്ചു തന്നത്. നിങ്ങളുടെ ഭർത്താവിനെതിരെ ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഇട്ട നിലയിൽ പൊട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞാണ് പോസ്റ്റ്. സരിൻ്റെ അനുഭവത്തിൽ ഈ കാസർഗോഡ് സമരാഗ്നിക്ക് പോയപ്പോൾ ഇവരുമായി നേരിട്ട് സംസാരിക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ ശ്രീ സരിൻ? ഈ ഇല്ലാത്ത ഒരു വിഷയത്തെ ചർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടോ എന്നുള്ള സംശയം തോന്നുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ. വാർത്തകൾ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മറുപടി പറയണ്ട എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ ഫോണിൽ കണക്ട് ചെയ്തതിന്റെ ഔചിത്യത്തിൽ ഞാൻ അതിനുള്ള മറുപടി പറയാം. കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോഴോ അതിനു മുന്നെയോ അതിനു ശേഷമോ കഴിഞ്ഞ 42 വർഷത്തെ ജീവിതത്തിനിടയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സദാചാര ബോധം എന്താണ് എന്നും സാമൂഹിക മൂല്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന ആളാണ്. അത് പറഞ്ഞുകൊണ്ട് നടക്കാറില്ല, ഇന്നേവരെ ചെയ്തിട്ടുമില്ല. പകർത്തുന്നതിൽ ഒരു തരത്തിലും പിഴവ് വന്നിട്ടില്ല എന്നുള്ളതിൽ അത്രയും ബോധ്യമുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഇവർ ഈ പറഞ്ഞ വിഷയത്തിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ, കാരണം അവരൊരു ട്രാൻസ്ജെൻഡർ വുമൺ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല കാര്യങ്ങൾക്കൊക്കെ ഐക്യപ്പെടുന്ന മനസ്സുള്ള ഒരു മനുഷ്യനും കൂടിയാണ് ഞാൻ. അത് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന കോൺഗ്രസിനകത്തുണ്ടായിരുന്നപ്പോൾ അതിലെ മറ്റ് പ്രവർത്തകരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അറിയുന്നതുമാണ്. അപ്പോ ഇവർക്ക് ഇങ്ങനെ ഞാനീ പറഞ്ഞു എന്ന് ഇവർ പറയപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഒന്നാമത് സമരാഗ്നിയിൽ പങ്കെടുത്ത ആള് തന്നെയാണ് ഞാൻ. കോൺഗ്രസ്സുകാരായവർ മുഴുവൻ അന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടന്നൊരു യാത്രയുടെ ഭാഗമായിട്ടുള്ള അതിന്റെ ഉദ്ഘാടന ചടങ്ങിന് അവിടെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കിയെടുക്കുന്ന കഥ എന്താണെന്ന് പക്ഷെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ അവരെ ഏതു തരത്തിൽ സമീപിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്ത് ചോദിച്ചു എന്നുള്ളതാണ്. എനിക്കിതുവരെ അതിന്റെ യുക്തിയും മനസ്സിലായിട്ടില്ല. ഒരേ സമയത്ത് അവിടെ പരിപാടിയിൽ ഉണ്ടായിരുന്ന ആളുകൾ തമ്മിൽ ഉണ്ടാകാത്ത സംഭാഷണം ഉണ്ടായി എന്ന് വരുത്തി തീർത്തത് മുതൽ ആ സംഭാഷണത്തിന്റെ പേരിൽ അവർക്കുണ്ടായ വിഷമം എന്ന് പറയുന്നത് വരെ അതിനെ കൊണ്ടുപോകുന്നത് ഏത് ആൾക്ക് വേണ്ടി, ആർക്കൊക്കെ വേണ്ടിയാണ്, ഏതൊക്കെ നിർബന്ധ ബുദ്ധികളാണ് അതിന്റെ പുറകിൽ, ഇതൊന്നും എനിക്കറിയുന്ന വിഷയങ്ങളല്ല. പക്ഷേ എനിക്കറിയാം ഒരു കാര്യം, അതായത് ആവശ്യമില്ലാത്ത വിധം ഞാനിതിൽ പ്രതികരിക്കാതിരുന്നത് സൗമ്യയുടെ ഒരു കമന്റ് പോസ്റ്റിനാണ് അവര് സൗമ്യ പറയിപ്പിച്ചതാണ് ഇത് ഡോക്ടർ സൗമ്യ സാറിനോടുള്ള മറുപടിയാണെന്നുള്ള രീതിയിൽ കമന്റ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗമ്യ അതിനൊരു മറുപടി പോസ്റ്റ് ഇന്നലെ ഇട്ടു. ആ വിഷയം അവിടെ തീരേണ്ടതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് അത് പോകുന്നത് എങ്കിൽ സ്വാഭാവികമായി പൊതുമധ്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ആളുകളുടെ മുന്നിൽ അന്തസ്സോടെ തലയുയർത്തി നിർത്തി തന്നെയാണ് പൊതുപ്രവർത്തനം നടത്തേണ്ടതെന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാതെ വീട്ടില് ചിലരെ പോലെയൊക്കെ ഒളിച്ചു ഇരിക്കുകയല്ല, എന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയലും അല്ല. അതുകൊണ്ട് ഈ കേസില്, ഈ ഒരു വിഷയത്തില് മാനനഷ്ട കേസിന് പോവുക എന്നുള്ളതാണ് എന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ഔചിത്യപൂർണമായ നടപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ നീങ്ങുകയാണ്. കാരണം ഇതില്ലെങ്കിൽ നാളെ ഏതൊരു പൊതുപ്രവർത്തകനെതിരെയും ആർക്കും ഇങ്ങനെ ഉണ്ടയില്ല വെടികൾ വെക്കാം. അത് ഉണ്ടയില്ല വെടിയാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഷുഡ് സ്റ്റാൻഡ് അപ്പ് ഫോർ ദിസ് കോസ്. അപ്പോ ഇത് ഇങ്ങനെ വേട്ടയാടുന്നത് ഒരു ശരിയായ രീതിയല്ല. വ്യക്തിഹത്യ നടത്തുന്നതിന് അത് ഒരു പ്രത്യേക കാരണം കൊണ്ട് തന്നെ ചിലരുടെയൊക്കെ നിർബന്ധത്തിന് വേണ്ടി, ചില രാഷ്ട്രീയ നേതാക്കളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ സമീകരിക്കുന്നതിന് വേണ്ടി, നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ നമ്മളുടെ പൊതുപ്രവർത്തനത്തിനെ കരുവാക്കിയാൽ അതിന് നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി എന്റെ ഭാഗത്തു നിന്നുള്ള ലീഗൽ റെമഡി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ സമയമെടുത്ത് തന്നെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. ഡോക്ടർ സരിൻ, സംഭവിച്ചിട്ടേ ഇല്ലാത്തൊരു കാര്യം ഇങ്ങനൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുക, സംശയത്തിന്റെ നിഴലിൽ നിർത്തുക, ഇതൊന്നും രാഷ്ട്രീയത്തിൽ നമ്മൾ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ അത്ര പതിവുണ്ടായിരുന്ന കാര്യമല്ല. ഇതിപ്പോൾ എല്ലാ പരിധിയും വിട്ട് ഈ സൈബർ പോര് മുന്നോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ പോകുമ്പോൾ ആർക്കെതിരെ ആർക്കും എന്തും പറയാമെന്നൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ കേരളത്തെ എവിടെ കൊണ്ടെത്തിക്കും? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒരു തരത്തിലുമുള്ള മോറൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അത് പണ്ട് ആ സംഘടനയിൽ നിന്നപ്പോഴും അതെ, ഇപ്പോഴും അതെ. കാരണം അതിൽ ആർക്കും എന്തുമാകാം, ചോദിക്കാനും പറയാനും പ്രത്യേകിച്ച് വ്യവസ്ഥകളൊന്നുമില്ല ഉൾപാർട്ടിയിൽ തന്നെ. അതുകൊണ്ട് തന്നെ അതിന്റെ സൈബർ മേഖലയിൽ ഇടപെടുന്നവർക്കൊക്കെ അവരാണ് രാജാവ് എന്നുള്ളൊരു തോന്നലാണ്. ഞങ്ങൾ പറയുന്നതാണ് കോൺഗ്രസ് എന്ന്. രാഹുൽ ഗാന്ധിക്ക് പോലും അങ്ങനെ ഒരു വിചാരമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ വിചാരം
ഇവർ പറയുന്നതാണ് കോൺഗ്രസ്, ഇവർ പറയുന്നത് പോലെ ആകണം കോൺഗ്രസ് എന്നാണ്. അങ്ങനെ അവർ കൊണ്ടുപോയി കോൺഗ്രസിനെ ഇപ്പോൾ ഒരു നിലവാരത്തിൽ എത്തിച്ചിട്ടുണ്ടല്ലോ. ഡോക്ടർ സരീനും ആ സംഘത്തെ നേതൃത്വം നൽകിയിരുന്ന ഒരാളാണ്. ആ സംഘത്തിന് ഞാൻ നേതൃത്വം നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് ഈ രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വെറുതെ ഒന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ചർച്ച അന്ന് നടത്തേണ്ടി വന്നിട്ടില്ലല്ലോ. ഇല്ലല്ലോ, ഇപ്പോഴല്ലേ നടത്തേണ്ടി വരുന്നത്. അപ്പൊ അതിൽ തന്നെ ഒരു ഉത്തരമുണ്ട്. ഇത്തരത്തിലൊരു ചർച്ച, ഇങ്ങനെ ഒരു ഫോൺ കോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെയോ CPM നേതാവിനെയോ വിളിച്ച് എന്താണ് നിങ്ങളുടെ പാർട്ടി ഇങ്ങനെ ചെയ്യണമെന്ന് അന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ ചോദിക്കേണ്ടി വരുന്നത്. അതിൽ തന്നെയാണ് ആ പതനത്തിന്റെ പൂർണ്ണത. കോൺഗ്രസുകാരെ കൊണ്ട് ചെയ്യാവുന്നത് ഇത് മാത്രമാണ് എന്ന് കേരള പൊതുസമൂഹം വിലയിരുത്തട്ടെ. ഇതൊരു സൈബർ യുദ്ധം എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഏകപക്ഷീയമായ വെളുപ്പിച്ചെടുക്കലാണ്. ഇതാണ് അതിന്റെ പ്രയോഗം. കോൺഗ്രസിലെ ഒരു യുവ നേതാവിന് വന്നു ചേർന്ന ഈ പറയുന്ന തട്ടുകേടിൽ നിന്ന്, ഇത് തട്ടുകേടല്ല, നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ മനുഷ്യൻ വലിയൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കുകയാണ്. അതിന് നിയമപരമായി തന്നെ സർക്കാരും പോലീസ് വ്യവസ്ഥയും നീതിന്യായ നിർവഹണവും ഒക്കെ നടന്നോളും. പക്ഷെ അതിനെ വെളുപ്പിച്ചെടുക്കാൻ സോഷ്യൽ മീഡിയയിലെ PR വർക്കിന് എത്രത്തോളം സാധിക്കുമെന്നും അതിനെങ്ങനെയൊക്കെയാണ് അതിന് അജണ്ട സെറ്റ് ചെയ്യേണ്ടത് എന്നുമൊക്കെ നേതാക്കൾ തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്ന അണികളുടെ ഈ പ്രകടനം പൊതുസമൂഹവും വിലയിരുത്തും. അപ്പൊ അത് കോൺഗ്രസിന് എത്രത്തോളം താങ്ങാൻ പറ്റുമെന്നുള്ളത് കോൺഗ്രസ് തന്നെ വിലയിരുത്തിയാൽ മതി. ഡോക്ടർ സരീൻ, ഒറ്റ കാര്യം കൂടി. ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തന്നെ തുടരുന്നു. MLAക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, അതിൽ ഒരു വശത്ത് നിയമ നടപടികളൊക്കെ നടക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഡോക്ടർ സരീനും രാഹുൽ മാങ്കൂട്ടത്തിലും എന്ന നിലയ്ക്ക് ഒരു സൈബർ പോര് നടക്കുന്നുണ്ടോ? അങ്ങനത്തെ ആവശ്യമില്ല. നമുക്കൊക്കെ ഒത്തവരടുത്തല്ലേ നമ്മുടെ നിലവാരത്തിനനുസരിച്ചല്ലേ നമ്മൾ ഓരോന്നും ചെയ്യേണ്ടത്. എന്റെ നിലവാരം എന്താണെന്ന് എനിക്ക് അന്നും ഇന്നും എന്നും അറിയാം. ആ നിലവാരം ഞാൻ ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഒരു നിലപാട് 10 മാസങ്ങൾക്ക് മുന്നേ കോൺഗ്രസിൽ എടുത്തതും ഇറങ്ങിപ്പോന്നതും. അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ ഇരയല്ലാത്ത ഒരാളുടെ അടുത്ത് നമുക്ക് ഒരു തരത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല. അവരായി അവരുടെ പാടായി. ഇതിപ്പോൾ സാറിന് വേണ്ടി കുറേയൊക്കെ സംസാരിക്കുന്ന സൗമ്യയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൗമ്യ നിരന്തരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടിരുന്നു. വലിയ സൈബർ ആക്രമണം സൗമ്യക്കെതിരെ ഒരു വശത്ത് നടക്കുന്നുമുണ്ട്. സൗമ്യയും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഫോണിൽ. സൗമ്യ ഈ വിഷയത്തിൽ നിയമപരമായ എന്തെങ്കിലും, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഡോക്ടർ സരീനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി എന്നൊരു ആരോപണമാണ്. അതിനപ്പുറത്തുള്ള സൈബർ ആക്രമണങ്ങൾ അതിനേതെങ്കിലും രീതിയിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നോക്കൂ, സൗമ്യ സരിന് വേണ്ടിയല്ല സംസാരിക്കുന്നത്. സൗമ്യ സംസാരിക്കുന്നത് സൗമ്യയുടെ ഐഡന്റിറ്റി, സൗമ്യയുടെ വ്യക്തിത്വം, സൗമ്യയുടെ സ്ത്രീ എന്നുള്ള ആത്മാഭിമാനം, അത് സേഫ് ഗാർഡ് ചെയ്യാൻ സൗമ്യയുടെ നല്ല പാതി എന്നുള്ള രീതിയിലുള്ള ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ ഉത്തമയായ ഒരു ഭാര്യ എന്നുള്ള രീതിയിലുള്ള സൗമ്യയുടെ ഉത്തരവാദിത്ത ബോധത്തിലായിരിക്കാം സൗമ്യ പ്രതികരിക്കുന്നത്. സൗമ്യ പ്രതികരിക്കണമെന്നോ വേണ്ട എന്നോ ഞാൻ സൗമ്യയുടെ അടുത്ത് പറയാറുമില്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അവർക്കറിയാം അവരെന്താണ് സമൂഹത്തിനോട് അവർക്കുള്ള കടപ്പാട് എന്നുള്ളത്. അത് വിളിച്ചു പറയാൻ ഒരു മടിയും വേണ്ട എന്നുള്ള ആത്മധൈര്യമുള്ള ഒരാളാണ് സൗമ്യ. സ്വാഭാവികമായിട്ടും സൗമ്യക്കും ഇതില് അത്രമാത്രം വിഷമം തട്ടിയത് കൊണ്ടായിരിക്കാം സൗമ്യ ആവർത്തിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായും സൗമ്യയ്ക്ക് അതിൽ ലീഗലായിട്ട് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ സൗമ്യ ഇപ്പൊ കേരളത്തിൽ അധിക ദിവസങ്ങളില്ല, വിദേശത്താണ്. അപ്പൊ അതിന്റേതായ പരിമിതികളുണ്ട്. മറ്റു കാര്യങ്ങൾ സൗമ്യമായിട്ട് ഞാൻ ഓണത്തിന് ഇന്നിപ്പോ വീടെത്തേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ കാണും, സംസാരിക്കും. സ്വാഭാവികമായിട്ടും അതിൽ നടപടികൾ പോകാൻ പറ്റുമെങ്കിൽ സൗമ്യയ്ക്ക് താല്പര്യവും ആ വിഷയത്തിൽ അങ്ങനെയാണ് എന്നുള്ളതുണ്ടെങ്കിൽ അതിൽ നിയമോപദേശം തേടി അതിൽ പോകും. ഞാൻ എന്തായാലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാരണം വി ഹാവ് ടു പുട്ട് ആൻ എൻഡ് ടു ഓൾ ഓഫ് ദിസ് കൈൻഡ് ഓഫ് ഏറ്റവും ഒടുവിൽ സൗമ്യയുടെ പോസ്റ്റ് ചിരി ആയുസ് കൂട്ടും, ഇങ്ങനെ ചിരിപ്പിക്കല്ലേ എന്നാണ്. ചിരിച്ചു തള്ളാൻ പറ്റുമോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യങ്ങളൊക്കെ? സൗമ്യ അതിട്ടിരിക്കുന്നത് ഓണത്തിന്റെ ചിരിയുമായി ബന്ധപ്പെട്ടാണെന്നാണ്. ശരി, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും സൗമ്യം എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളല്ല പറയുന്നത്. മനസ്സിൽ രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും അവനവന്റെ ഏത് തരത്തിലുള്ള സാമൂഹിക ഇടപെടലാണെങ്കിലും ആത്മാർത്ഥത കൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും ചിരിക്കാൻ പറ്റും. അല്ലാത്തവരുടെ വഷളം ചിരി, കള്ളച്ചിരി സമൂഹം കണ്ടുപിടിക്കുന്നത് വരെയേ നടക്കൂ. അത് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ ആ മുഖം കാണാൻ വലിയ ചന്ത ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വളരെ നന്ദി ഡോക്ടർ പി സരിൻ സംസാരിച്ചതിന്. ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് നേതാവായ രാഗരഞ്ജിനി ഡോക്ടർ സരിനെതിരെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണത്തിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഈ നിലയ്ക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നിയമപരമായ നടപടിയിലേക്ക്, മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കും എന്നാണ് ഡോക്ടർ സരിൻ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു സൈബർ പോര് തുടരുകയാണ്. സൗമ്യയുടെ പോസ്റ്റിന് രാഗരഞ്ജിനിയുടെ മറുപടി, അതിന് സൗമ്യയുടെ തിരിച്ചുള്ള മറുപടി. ഏറ്റവും ഒടുവിൽ ഒരു 15 മിനിറ്റുകൾക്ക് മുൻപ് രാഗരഞ്ജിനി ഇത് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നൊരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അതിനു മുമ്പാണ് സൗമ്യ ചിരിച്ചു തള്ളുന്ന ഒരു പോസ്റ്റ് കൂടി ഇട്ടിരിക്കുന്നത്. അതൊരു പോസ്റ്റ് വാറായി നടക്കുകയാണ്. ഇടവേളയ്ക്ക്